ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. നമസ്കാരം, STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിന്റെ കാരണം പരിശോധിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുമെന്ന് സുരേഷ് ഗോപി MP. രാജീവ് പെരിങ്ങോട്ടുകര രചിച്ച മൗനസാന്ത്വനം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിന്റെ കാരണം പരിശോധിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മിന്നൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളിൽ ആദ്യഘട്ട സഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കാലാവസ്ഥാ വകുപ്പ് നടത്തുന്നതിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ പ്രത്യേകമായ സാധ്യതാ പഠനം നടത്തി അപകടം ഉണ്ടാകാവുന്ന എല്ലാ ഇടങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഭൂപടങ്ങൾ ഗവൺമെന്റ് തയ്യാറാക്കി. ഭൂപടങ്ങൾ തയ്യാറാക്കുക മാത്രമല്ല, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അവരെ പാർപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ എന്ന് പ്രത്യേകമായി ലൊക്കേറ്റ് ചെയ്യും. നദികളിലെ എക്കലും മണലും നീക്കാനുള്ള പ്രത്യേക സംവിധാനം നമ്മൾ ആലോചിച്ചു. നെതർലാൻഡിന്റെ മാതൃകയിൽ റൂം ഫോർ റിവർ എന്ന പദ്ധതി അതിന്റെ ഭാഗമായി, നെതർലാൻഡ് മോഡലിൽ റൂം ഫോർ റിവർ എന്ന പദ്ധതി അതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ കേരളത്തിൽ നടത്തുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ പ്ലാനുകൾക്ക് പുറമെ കേരളത്തിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനതല പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. നദികളിൽ വന്നടിയുന്ന എക്കലും മണ്ണും നീക്കം ചെയ്യുന്നതിനായി ജലാശയ പുനരുജ്ജീവനത്തിനും സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. നെതർലാൻഡ് മാതൃകയിൽ റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി മൾട്ടിപർപ്പസ് ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പീച്ചി, കൈനൂർ, പുത്തൂർ വില്ലേജുകളിലെ മിന്നൽ ചുഴലിക്കാറ്റുണ്ടായ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക നൽകി. 27 പേർക്ക് വീടിന് ധനസഹായവും 4 പേർക്ക് കന്നുകാലി തൊഴുത്തിന് നാശനഷ്ടം സംഭവിച്ചതിലുള്ള ധനസഹായവും ചേർത്ത് ആകെ 14,22,100 രൂപയാണ് SDRFിൽ നിന്ന് അടിയന്തര ധനസഹായമായി നൽകിയത്. SDRF ഫണ്ടിൽ നിന്ന് 4 വിഭാഗങ്ങളിലായാണ് ധനസഹായം വിതരണം ചെയ്തത്. കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുമെന്ന് സുരേഷ് ഗോപി MP. സാംസ്കാരിക ടൂറിസം മന്ത്രിമാരുമായും ധനമന്ത്രിയുമായും ഇക്കാര്യം ചർച്ച ചെയ്യും. കലാമണ്ഡലം വൈസ് ചാൻസലർ TK നാരായണനുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കലാ അധ്യയനവും ടൂറിസവും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. വള്ളത്തോളിന്റെ കാലം മുതൽ കലാമണ്ഡലം ഏറ്റെടുത്ത ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് പരമാവധി ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ശ്രീ മൻമോഹൻ സിംഗിൽ തുടങ്ങുന്ന ഒരു ഹിസ്റ്ററിയുണ്ട്. ആ ഹിസ്റ്ററി ഞാൻ പ്രധാനമന്ത്രിക്കും കൊടുക്കാം. എല്ലാ പ്രധാനമന്ത്രിമാരും വന്ന് കാലൂന്നിയ ഒരു കലാഗൃഹമാണ്. അപ്പോൾ അദ്ദേഹവും എത്രയും പെട്ടെന്ന് ഇതെല്ലാം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്താം. സുരേഷ് ഗോപിയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതായി വൈസ് ചാൻസലർ TK നാരായണൻ പറഞ്ഞു. ഒരു കലാകാരൻ ഒരു രാജ്യസഭാ മെമ്പറായി വരിക, അദ്ദേഹം ഈ കലാലോകവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുക, ഇവിടുത്തെ സൗകര്യങ്ങൾ നേരിട്ട് കാണുക, ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അതിനുള്ള സഹായങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കലാമണ്ഡലത്തിൽ എത്തിയ സുരേഷ് ഗോപി കൂത്തമ്പലവും അനുബന്ധ കെട്ടിടങ്ങളും സന്ദർശിച്ചാണ് മടങ്ങിയത്. രാജീവ് പെരിങ്ങോട്ടുകര രചിച്ച മൗനസാന്ത്വനം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കയ്പമംഗലത്ത് നടന്ന ചടങ്ങിൽ കവി C. രാവുണ്ണി പ്രകാശനം നിർവഹിച്ചു.
ചങ്ങമ്പുഴയുടെ വാസ്തുശില്പത്തിന്റെ ചില ലക്ഷണങ്ങൾ ഈ കവിതയ്ക്കകത്ത് കാണാൻ പറ്റും. ഒന്ന്, കവിതയുടെ വല്ലാത്തൊരു ഒഴുക്ക്. കവിത ഇങ്ങനെ വളരെ ഒരു തടസ്സവുമില്ലാതെ ഈ കവിത ഇങ്ങനെ എഴുതി വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രാജീവിന്റെ കാവ്യരചനയുടെ ഏറ്റവും വലിയ സവിശേഷത. എം ലീലാവതിയുടെ പഴയൊരു പ്രയോഗം എടുത്ത് ആവർത്തിച്ചാൽ, എവിടെയായിരുന്നു ഈ കാവ്യ സരസ്വതി ഇത്രയും കാലം മറഞ്ഞിരുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പിക്കുന്ന വിധത്തിൽ തികഞ്ഞു സരസ്വതി ഇന്ന് ചിരിക്കാൻ നോക്കുന്നുണ്ട്. ഇതൊരു കാവ്യ സരസ്വതിയാണ്. ഇത്ര കാലം മറഞ്ഞിരുന്നത് എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന വിധത്തിൽ അത്രയേറെ സ്വാഭാവികമായ, അത്രയേറെ കാവ്യോചിതമായ കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും കലാകാരനുമായ MH മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷനായി. പെരുന്തച്ഛന്മാരുടെ കാലമാണ്, പ്രത്യേകിച്ച് കലാരംഗത്ത്. ആരെങ്കിലും മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ തലയിൽ തട്ടി താഴ്ത്തി പൊങ്ങാതെ അവരുടെ സർഗപ്രതിഭ വാസനകളെ പുറത്തു കൊണ്ടുവരാൻ തടസ്സം നിന്നുകൊണ്ട് സ്വന്തം പേരും പെരുമയും മാത്രം ഉയർത്താൻ വെമ്പല് കൊള്ളുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ആ രീതി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായിട്ട് എല്ലാവരും തന്നെക്കാൾ ഉയരത്തിലെത്തണം, എല്ലാവരുടെ കലാസർഗവാസനകളും മികവുറ്റതായി പുറത്തു വരണം എന്ന് പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതിന് സൗരോർജം ഏത് വ്യക്തി ചെന്ന് പറഞ്ഞാലും ആ വ്യക്തിക്കുള്ളിൽ എന്തെങ്കിലും ഒരു ഒരു സൃഷ്ടി ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ 100% ആ സൗരോർജം നൽകി ഒരു ഈഗോയും കാണിക്കാതെ മറ്റുള്ളവരെ പ്രോത്സാഹനം ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആ രാവുണ്ണിയേട്ടനെയാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ. കെ സംഗീത, സജീവ് എറവ്, സലിൽ ലിഖിതം, അജയൻ, റഷി കുറ്റുകാരൻ, രജി ഭദ്രൻ എന്നിവർ സംസാരിച്ചു. രാജീവ് പെരിങ്ങോട്ടുകര, രജിഭദ്രൻ, മുഹമ്മദ് ഇസ്മായിൽ, അമൃത രാജീവ് എന്നിവർ കവിതാലാപനം നടത്തി. ദിവാകരൻ വന്നുദിച്ചു പൂർവചക്രവാളത്തിങ്കൽ ഭുവനം ശോഭനമാക്കാൻ തുടങ്ങിടവേ കളകളനാദങ്ങളാൽ കുരുവികളങ്ങുമിങ്ങും സുലളിത സംഗീതത്തിൻ ശ്രുതി ചേർക്കവേ. കയ്പമംഗലം കാളമുറിയിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ മതിലകം ലിങ്ക് സെന്ററിന് രോഗീ പരിചരണത്തിനായി പുതിയ ഹോം കെയർ വാഹനമായി. UAE-യിലെ അൽഷംസ് മെഡിക്കൽ ഗ്രൂപ്പാണ് വാഹനം സമ്മാനിച്ചത്. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നന്നായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഈ വാൻ വരുമ്പോൾ കുറെ കൂടി പ്രവർത്തനം വിപുലീകരിക്കാൻ, ആളുകളുടെ മേലിൽ അത്തരം കാര്യങ്ങൾ പോകാനും കൂടെ വലിയ അവസരമാണ് സൃഷ്ടിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കും. ആൽഫ മതിലകം ലിങ്ക് സെന്റർ പ്രസിഡന്റ് ബഷീർ പന്തൽ അധ്യക്ഷനായി. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി. ആൽഫയ്ക്ക് ഒരു സ്വന്തം കെട്ടിടമായിരുന്നാലും സ്വന്തം വീടുണ്ടായാലും സ്വന്തം കെട്ടിടമുണ്ടായാലും ഭദ്രത്താണ്. അത് ചെയ്ത മഹത് വ്യക്തികളെ സുരേഷ് സേത്തൻ നമുക്ക് പരിചയപ്പെട്ടു തന്നു. അതൊരു വൺ ടൈം അഫയർ ആക്കി മാറ്റാതെ നിരന്തരമായി ആഴ്ചക്കുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെയും അതേപോലെ തന്നെ അൽഷംസ് മെഡിക്കൽ ഗ്രൂപ്പിനെയും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ എന്നിവർ കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനം നടത്തിയ ആൽഫ ലിങ്ക് സെന്ററിലെ സ്റ്റാഫിന് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, അൽഷംസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ, ഡയറക്ടർമാരായ KCU ഉണ്ണി, മൊയ്തീൻകുട്ടി പുതിയ വീട്ടിൽ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ, പഞ്ചായത്ത് അംഗം ദേവിക ദാസൻ, ആൽഫ മതിലകം ലിങ്ക് സെന്റർ സെക്രട്ടറി സച്ചിദാനന്ദൻ മുല്ലങ്ങത്ത, ട്രഷറർ സിദ്ദിഖ് മംഗല്യ, രക്ഷാധികാരി സുഗതൻ കണ്ടങ്ങത്ത, ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഹെഡ് ഡോക്ടർ ജോസ് ബാബു എന്നിവർ സംസാരിച്ചു. SKSSF കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ്ക്യൂബറൻഷ്യ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സൈബർ സുരക്ഷാ ജില്ലാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു പണ്ഡിതനല്ല, ഇന്ത്യ രാജ്യത്തിന്റെയും പണ്ഡിതനല്ല, ലോകത്തിന്റെ തന്നെ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സത്യം പറയും. ഈ ശംസുമ്മയുടെ കീഴിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പോലുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ചെലവിൽ ദീനീ പ്രവർത്തനം നടത്തുന്ന അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതൊരു കുറ്റസമ്മതമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ആൾക്കൂട്ടം കൊണ്ട് പറഞ്ഞതല്ല, അല്ലെങ്കിൽ സംഘാടകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അവരുടെ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവർ കുറ്റസമ്മതം നടത്തുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അറിയാം, അറബ് രാജ്യങ്ങളിലൊക്കെ അവിടെ ദീൻ നടത്തുന്ന ഗവൺമെന്റ് ചെലവിലാണ്. പള്ളികൾ ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ്, മദ്രസ ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ്. അതുപോലെ അവിടെയുള്ള കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തും പാഠപുസ്തകങ്ങൾ കൊടുത്തും ഫ്രീ ആയി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ദീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസകൾ നടത്തുന്നത്, സ്കൂളുകൾ നടത്തുന്നത്. പള്ളിയിലെ ഇമാമികൾക്കൊക്കെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുകയാണ്, എല്ലാ ജീവനക്കാർക്കും. എന്നിട്ട് പോലും കേരളത്തിലുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളെ പോലെയുള്ള പ്രവർത്തനം നടത്താൻ അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അതവിടെ കൂടിയവരൊക്കെ സമ്മതിച്ചു. കുവൈറ്റിലെ യൂസുഫ് റിഫായി അത് അംഗീകരിച്ചു. മക്കായിലെ മുഹമ്മദ് മാലിക്കെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ പല രാജ്യത്തുണ്ടായിട്ട് അവരൊക്കെ സമ്മതിച്ചു. ഞാൻ ഇത് എന്തിനാ പറഞ്ഞത്? അപ്പൊ കേരളീയ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്കറിയാം, കേരളത്തിൽ മുഴുവൻ നടക്കുകയാണെങ്കിൽ ഇത് സംസ്കൃത നേട്ടങ്ങളെ കുറിച്ച് നമുക്കറിയാം. സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് സയ്യിദ് നജീബ് തങ്ങൾ മദനി ദുആ നേതൃത്വം നൽകി. വിവിധ സെഷനുകളിലായി CH ത്വയ്യിബ് ഫൈസി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, മുഹമ്മദ് യാസർ വാഫി, ഷുഹൈബ് ഹുദവി എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തി. സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ദാരിമി, SKSSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി മഹ്റൂഫ് വാഫി, ജാഫർ മുസ്ലിയാർ, മുനീർ ഹുദവി, KB അബ്ദുൽ ഖാദർ, PB ഹംസ ഹാജി, അൻസിഫ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു. കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ ആളുകളാണ്. അള്ളാഹു നമുക്ക് ചെയ്ത ആഴമായ ഒരു കാര്യം നമ്മൾക്ക് ഈമാൻ നൽകി എന്നുള്ളതാണ്. ലോകത്ത് ഈ നിലക്കൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാമിനെ തകർക്കാനും വലിയ മീഡിയകൾ പ്രവർത്തിച്ചിട്ടും ലോകത്ത് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തി. 7.5 ലക്ഷം രൂപ ചെലവിട്ട് 600 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറി. വീട് എന്നുള്ളത് നമുക്കറിയാം എവിടെ ഒരു സ്വപ്നമാണ്. സാമ്പത്തിക പരാധീനത കാരണം വീട് നിർമ്മിക്കാൻ കഴിയാതെ നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകുമ്പോൾ അവരെ കണ്ടെത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സഹായിക്കാൻ സാധിച്ചാൽ അത് വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഭൂമിയിലുള്ളവരുടെ കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശമാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുമ്പോൾ ഇത് ലഭിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയും അതിന് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതിനു വേണ്ടി സഹായിച്ചവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്തരത്തിൽ ജീവകാര്യ പ്രവർത്തനങ്ങൾ നമുക്ക് മുടക്കമില്ലാതെ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് പശ്ചാത്തലത്തിലും ഈ വീടിൻ്റെ നിർമ്മാണം ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രമാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങളൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് തകഴിൽ പിന്തുണയും പ്രാർത്ഥനയുമാണ് ആവശ്യമായിട്ടുള്ളത്. മജ്ലിസുന്നൂർ കമ്മിറ്റി ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷത വഹിച്ചു. വളരെ ദൂരത്തിൽ നമ്മുടെ ഏത് കാര്യത്തിന് വിളിച്ചാലും നമ്മളിപ്പോൾ കഴിഞ്ഞ വൈകുന്നേരം മുതൽ ഇവിടെ വരുന്നത്. മജ്ലിസുന്നൂർ അമീർ ഹാഫിൾ അഹമ്മദ് നൌഫൽ റഹ്മാനി, കൺവീനർ ഹനീഫ ചുങ്കശ്ശേരി, കോർഡിനേറ്റർ മൂസാൻ പള്ളിപ്പറമ്പിൽ, സിറാജ് വലിയകത്ത, വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ, PA ഇല്യാസ്, ജസീൽ, നാസർ, സാബിത്ത്, നാസിഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അഴീക്കോട് മുനയ്ക്കൽ കടപ്പുറം ശുചീകരിച്ചു. ശേഖരിച്ചത് 86 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ നടപ്പിലാക്കുന്ന
ഓപ്പറേഷൻ ബ്ലൂബീറ്റ് 2021 മിഷന്റെ ഭാഗമായി അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് മുനക്കൽ ബീച്ചിൽ ശുചീകരണം നടത്തിയത്. എറിയാട് ഗ്രാമപഞ്ചായത്ത്, മുസ്ലിസ് പൈതൃക പദ്ധതി, കടലോര ജാഗ്രതാ സമിതി, കുടുംബശ്രീ, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, വലകൾ തുടങ്ങിയ മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ എത്തിച്ചു. കയ്പമംഗലം MLA E.T. ടൈസൺ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. മുസ്ലിസ് പദ്ധതിയുടെ മ്യൂസിയം മാനേജർ ഡോക്ടർ മിഥുൻ, ഫിഷറീസ് ഇൻസ്പെക്ടർ അൻസൽ, കടലോര ജാഗ്രതാ സമിതി കോർഡിനേറ്റർ അഷ്റഫ് പൂവത്തിങ്കൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, കോസ്റ്റൽ ഇൻസ്പെക്ടർ C. ബിനു, SI രാധാകൃഷ്ണൻ, ASI ER ഷിനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ VN പ്രശാന്ത് കുമാർ, വാർഡ് മെമ്പർ സുമിത ഷാജി, വോളണ്ടിയർ അഷ്കർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PB താജുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റും UDF നിയോജക മണ്ഡലം ചെയർമാനുമായിരിക്കുമ്പോഴാണ് PB താജുദ്ദീൻ മരണപ്പെട്ടത്. മതിലകം സീതി സാഹിബ് സ്മാരക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ MP, E.T. ടൈസൺ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TM നാസർ, CC ബാബുരാജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും ഇടപെടാൻ അവസരം കിട്ടിയിട്ടുള്ളവരാണ് ഈ അധ്യക്ഷ വേദികൾ സദസ്സിൽ ഇരിക്കുന്ന ബഹുമാനം. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി താജുദ്ദീൻ എത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നു. ഒരു വ്യക്തിയുടെ മരണം ഏത് ദിവസം നടക്കണം, എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മനസ്സിലാക്കി. എങ്കിൽ പോലും നമ്മൾ അറിയാതെ മനസ്സിൽ തോന്നുന്നു. MT വാസുദേവനാരുടെ മരണത്തെക്കുറിച്ചൊരു ശുദ്ധമായ പതി മരണം രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ താജിക്കയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ എന്റെ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് വിട്ടുപോകേണ്ട സമയമായില്ല, വിട്ടുപോകേണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അദ്ദേഹവുമായി ഇടപെട്ട ഒത്തിരി ഓർമ്മകൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് പറയണം എന്നോട്ട് ആവശ്യപ്പെട്ടാൽ ഏത് നിഘണ്ടു പരിശോധിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഒരു വാക്ക് മാന്യനായ എല്ലാ അർത്ഥത്തിലും സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നടപ്പിൽ, വസ്ത്രത്തിൽ, എല്ലാത്തിലും അദ്ദേഹത്തിന് അദ്ദേഹം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡുകളുടെ അഭിമാനമായി മാറും കുട്ടികളെ അനുമോദിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുക. 6ാം വാർഡിൽ നിന്ന് SSLCക്കും +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അതുതന്നെയാണ് ഈ വാർഡിൻ്റെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം അഭിമാനം. ഈ ഏറെ പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് കോവിഡ് മഹാമാരിയുടെ ഭാഗമായി ഏറെ പ്രയാസങ്ങൾ അകത്തു നിന്നുകൊണ്ടും നമ്മുടെ സർക്കാർ കുട്ടികളുടെ ഒരു വർഷം പോലും നഷ്ടപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ വിദ്യാഭ്യാസം സ്കൂളുകളിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഓൺലൈനായി നടത്തണം എന്ന് തീരുമാനിക്കുകയും 1.5 വർഷക്കാലമായി അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി നമ്മൾ അവലംബിച്ചു പോവുകയാണ്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി അവലംബിച്ചു പോരുമ്പോൾ തന്നെ കഴിഞ്ഞ 1 വർഷക്കാലം വിക്ടേഴ്സ് ചാനൽ വഴി നമ്മുടെ പഠനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആ ചാനൽ വഴിയാണ് മറ്റു നിലയ്ക്കും മറ്റ് സംവിധാനത്തിൽ കൂടെ പഠനം നടത്തിയത്.
അതിൻ്റെ ഒക്കെ വിജയം നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. വാർഡ് മെമ്പർ വാസന്തി തിലകൻ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, NC സുനിൽ, ഷാരി സന്തോഷ്, AJ ജമൈസൺ, ജോഷി എന്നിവർ സംസാരിച്ചു. മതിലകം ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ആദ്യ സംരംഭത്തിന് തുടക്കം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പ്രണവം അയൽക്കൂട്ടാംഗം ഷാമില അനൂപിന്റെ എറിൻ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. നമ്മുടെ വരുമാന അതുപോലെ തൊഴിൽദായ വളണ്ടിയർമാരെയൊക്കെ ആദ്യകാലങ്ങളിൽ തീരുമാനിക്കപ്പെട്ടപ്പോൾ ഓരോ പ്രദേശത്തുണ്ടാകുന്ന യൂണിറ്റുകൾ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ യൂണിറ്റുകൾ ഉണ്ടാവേണ്ടത് നമുക്കറിയാം, നല്ല ഐക്യബോധം ഉണ്ടാവണം. ആദ്യത്തെ അത് പ്രവർത്തിച്ചു വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അറിയാതെ വരുന്നുണ്ടാവും. അതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന ശേഷിയുള്ളവർ ആരാകണം? സ്ത്രീകൾ, അതിൽ പ്രത്യേകിച്ച് കുടുംബശ്രീ മെമ്പർമാർ. എനിക്ക് ഇപ്പോൾ പ്രവാസി ഉൾപ്പെടെയുള്ള ഇവിടെ പറഞ്ഞു, നമ്മൾ 2 ലക്ഷം രൂപ ഇവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പോവുകയാണ്. 2 ലക്ഷം രൂപ സ്വയം തൊഴിൽ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ ഇപ്പോൾ CDS കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2020 ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം 3 വർഷം കൊണ്ട് 1200 സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതാണ്. ഇതിനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പരിധിയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയുടെ ഭാഗമാകാനാകും. സംരംഭം ആരംഭിക്കുന്നതിന് കമ്മ്യൂണിറ്റി എന്റർപ്രൈസസ് ഫണ്ട് വ്യക്തികൾക്ക് പരമാവധി 50,000 രൂപ വരെയും ഗ്രൂപ്പിന് 1,50,000 രൂപ വരെയും 4% പലിശയ്ക്ക് ലഭ്യമാക്കുന്നു. സംരംഭകർക്ക് ഫീൽഡ് തലത്തിൽ ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നതിനായി 20 മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാർ പരിശീലനം പൂർത്തീകരിച്ച് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. മതിലകം BNSEP ചെയർപേഴ്സൺ ഷീജ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KA കരീം, BNSEP മെമ്പർ സെക്രട്ടറി അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, BNSEP വൈസ് ചെയർപേഴ്സൺ ജമുന, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ വിശുദ്ധ റൊസാരിയോ മാതാവിന്റെ 160ാം തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ബാബു അപ്പാടൻ കൊടിയേറ്റ് നിർവഹിച്ചു. സെപ്റ്റംബർ 25 ശനിയാഴ്ചയാണ് തിരുനാൾ. അന്നേ ദിവസം രാവിലെ 10 മണിക്കുള്ള തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി നേതൃത്വം നൽകും. പോട്ടേപ്പറമ്പിൽ ജോയിയാണ് ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധേന്തി. കൈക്കാരന്മാരായ ഷിജോ പുത്തൂർ, ബിജു എലുവത്തിങ്കൽ, പോൾ ചാലിശ്ശേരി, ഭാരവാഹികളായ CA ജോൺസൺ, VA ഡേവിസ്, ബാബു തോമസ്, PRO ഷാജി ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കുടുംബ വഴക്കിനെ തുടർന്ന് പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ മകനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ അജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അജിത്ത് പിതാവ് അർജുനനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വയറ്റിൽ 3 കുത്തേറ്റ അർജുനനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് ഇന്നലെ രാത്രിയിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടിക ട്രിക്കോട്ട് മില്ലിന് സമീപം ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. തളിക്കുളം സെന്ററിലെ ഓട്ടോ ഡ്രൈവർ തളിക്കുളം നമ്പിക്കടവിന് തെക്ക് പൂരാടാൻ വിജയനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 12:30ഓടെയായിരുന്നു അപകടം. നായ കുറുകെ ചാടിയതിനെ തുടർന്ന് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ ബോട്ടിലെ ഇരുമ്പുവടം പൊട്ടി തലയിലടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് കന്യാകുമാരി തൈക്കുളം സ്വദേശി 21 വയസ്സുള്ള വിൽസനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. മുനമ്പത്ത് നിന്നും ശനിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ സെന്റ് മദർ തെരേസ എന്ന ബോട്ടിലാണ് അപകടമുണ്ടായത്. വല വീശുന്നതിനിടയിൽ ബോട്ടിലെ ഇരുമ്പുവടം പൊട്ടി വിൽസന്റെ തലയിലടിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് അഴീക്കോട് തീരദേശ പോലീസിന്റെ രക്ഷാബോട്ടെത്തി ഇയാളെ കരയിലെത്തിച്ചുവെങ്കിലും അതിനകം മരണമടഞ്ഞു. തീരദേശ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ C ബിനുവിന്റെ നേതൃത്വത്തിൽ SI മണികണ്ഠൻ, ASI ഷിനിൽ, ബോട്ട് ക്രൂ ഹാരിസ്, സുജിത് കുമാർ, ജവാബ്, വിപിൻ, അജ്മൽ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിന്റെ കാരണം പരിശോധിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ.
കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുമെന്ന് സുരേഷ് ഗോപി MP. രാജീവ് പെരിങ്ങോട്ടുകര രചിച്ച മൗനസാന്ത്വനം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.